ഓപ്പോയുടെ ഓപ്പോ K10 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഓപ്പോ K10ൻ്റെ ഒരു 4G വെർഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 5G വെർഷനാണ്. ഈ ഒരു ഫോൺ വരുന്നത് 17,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ K10 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓപ്പോ K10 5Gയിൽ 6.56 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. 17,500 രൂപ പ്രൈസ് റേഞ്ചിൽ മിനിമം വേണ്ട ഒരു ഫീച്ചറാണ് ഫുൾ HD റെസൊല്യൂഷൻ എന്നുള്ള കാര്യം. എന്നാൽ ഈ ഒരു ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവ് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അവർക്ക് ഫുൾ HD റെസൊല്യൂഷനെ കൊടുക്കായിരുന്നു. പിന്നെ AMOLED ഡിസ്പ്ലേ ഒന്നും ഇതിൽ വരുന്നില്ല. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ മിക്ക ഫോണുകളിലും പഞ്ചോൾ ഡിസൈനാണ് വരുന്നത്. എന്നാൽ ഈ ഒരു ഫോണിൽ പഴയ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനേ കൊടുത്തിട്ടുള്ളൂ. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 17,500 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം ശരിക്കും നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 190 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.99 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മിഡ് നൈറ്റ് ബ്ലാക്കും അതുപോലെ തന്നെ ഓഷ്യൻ ബ്ലൂവും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ mediatek dimensity 810 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 17,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു പ്രോസസ്സർ. അപ്പോൾ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7ഓളം 5G ബാൻഡ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 8 GB റാം കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 128 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്മ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റാം എക്സ്പാൻഷൻ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 5 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറാക് ഓഡിയോ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 12 ബേസ് ആയിട്ടുള്ള കളർവൈസ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48 മെഗാ പിക്സലിൻ്റെ f1.7 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും ഈ ഫോണിൽ വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. 17,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഫോണിൽ അത് വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഈ ഒരു ഫോണിൽ അതിന് മാത്രം മികച്ചൊരു ക്യാമറ സെറ്റപ്പും അവർ കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ തന്നെ 33 വാട്ടിൻ്റെ ചാർജറും അവർ കൊടുത്തിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 17,499 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. ജൂൺ 15 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ SBIയുടെ അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയുടെ കൊഡാക് ബാങ്കിൻ്റെ അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1,500 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 17,500 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള മികച്ച ഫീച്ചേഴ്സൊന്നും ഓപ്പോ K10 5G എന്ന ഫോണിൽ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം ഇതിനേക്കാൾ മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അതുപോലുള്ള ഫോണുകളൊക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ 4G ഫോണുകൾ മാത്രമല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള 5G ഫോണുകളും വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ അത്ര നല്ലൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.